ചോദ്യം ഇതാണ്. എക്സ്പ്രസ് ദ റിസൾട്ട് ഓഫ് ദ ഫോളോയിങ് കാൽക്കുലേഷൻ ടു അപ്രോപ്രിയേറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഈ ഒരു കാൽക്കുലേഷന്റെ റിസൾട്ട് ഇതാണ്. ഇതിനെ അപ്രോപ്രിയേറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉള്ള റിസൾട്ട് ആക്കി മാറ്റി എഴുതുക. അപ്പൊ അതിന് നമ്മൾ നോക്കേണ്ടത് ഈ കാൽക്കുലേഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഈ സംഖ്യകളിൽ ഓരോന്നിനും എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ വീതമുണ്ടെന്ന് നോക്കണം. അതിന് നമ്മൾ നോക്കുന്ന റൂൾ അനുസരിച്ച് എല്ലാ നോൺ സീറോ ഡിജിറ്റുകളും സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ അതനുസരിച്ച് ഇതിനകത്ത് 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണുള്ളത്. ഇനി ദശാംശം കഴിഞ്ഞു വരുന്ന ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന് മുന്നിലുള്ള ഈ സീറോ സിഗ്നിഫിക്കന്റ് അല്ല, ബാക്കിയുള്ള എല്ലാ ഡിജിറ്റുകളും സിഗ്നിഫിക്കന്റ് ആണ്. അതനുസരിച്ച് ഇതിനകത്ത് 4 സിഗ്നിഫിക്കന്റ് ഫിഗറുകളാണ് ഉള്ളത്. ഇനി 2 നോൺ സീറോ ഡിജിറ്റിന് ഇടയിൽ വരുന്ന എല്ലാ സീറോസും സിഗ്നിഫിക്കന്റ് ആണ്. അതനുസരിച്ച് ഈ സംഖ്യയ്ക്കകത്ത് 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്ത സിഗ്നിഫിക്കന്റ് ഫിഗർ ഉള്ള സംഖ്യകളാണ് കാൽക്കുലേഷൻ ഇൻവോൾവ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ റിസൾട്ട് എക്സ്പ്രസ് ചെയ്യേണ്ടത് ആ സംഖ്യകളിൽ ഏറ്റവും കുറവ് സിഗ്നിഫിക്കന്റ് ഫിഗർ ഏതിനാണോ അത്രയും സിഗ്നിഫിക്കന്റ് ഫിഗർ ഉള്ള സംഖ്യയായിട്ട് വേണം ഈ റിസൾട്ടിനെ എക്സ്പ്രസ് ചെയ്യാൻ. അപ്പൊ അതനുസരിച്ച് ഈ റിസൾട്ടിനെ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉള്ള സംഖ്യയായിട്ട് വേണം എക്സ്പ്രസ് ചെയ്യാൻ. അപ്പൊ അത് നമ്മൾ നോക്കുമ്പോൾ ഈ സീറോ സിഗ്നിഫിക്കന്റ് അല്ല, അത് കഴിഞ്ഞ് വരുന്ന 3 സംഖ്യകൾ എന്ന് പറയുന്നത് ഈ 3 സംഖ്യകളാണ്. അപ്പൊ നമ്മൾ 883 റിമൂവ് ചെയ്യണം. അപ്പൊ 883 റിമൂവ് ചെയ്യുമ്പോൾ റിമൂവ് ചെയ്യുന്നതിനുള്ള ഫസ്റ്റ് നമ്പർ 8 ആണ്. ഇത് 5ൽ കൂടുതലായതുകൊണ്ട് 8 ഗ്രേറ്റർ ദാൻ 5 ആയതുകൊണ്ട് അതിന് തൊട്ട് മുന്നിൽ വരുന്ന റിമൂവ് ചെയ്യുന്ന സംഖ്യയ്ക്ക് തൊട്ട് മുന്നിൽ വരുന്ന ഈ സീറോയുടെ കൂടെ ഒന്നും കൂടെ കൂട്ടി എഴുതുക. അപ്പൊ എത്ര വരും റിസൾട്ട്? 0.0561. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ.